അടുത്തോ ഞങ്ങളുടെ കുഞ്ഞിവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, അവൻ്റെ ഒരു എല്ലും കഷ്ണം കൊണ്ട് അവൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് അവന് കാണുമ്പോഴേ അറിയാം കേട്ടോ, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴേ അവനത് എടുത്തുകൊണ്ട് ഇവിടെ വന്ന് കിടപ്പായി. അവനെ അധികം ചക്കയൊന്നും കൊടുക്കുകയില്ലെന്നറിയാം. അപ്പോൾ അവൻ്റെ സാധനം കൊണ്ട് അവൻ വന്നിരിക്കുക. ദേ ഉണ്ടോ, ഞങ്ങളെവിടെ ഉണ്ടോ അവനുണ്ട്, അതുപോലെ അവൻ്റെ കാര്യം. ഞാൻ ഓൺ ചെയ്യുവാണ്, ഓൺ ചെയ്തിട്ടില്ലായിരുന്നു, ഓൺ ചെയ്യുക. അതെ, നമ്മുടെ ഇവിടെ ചൂട് കഠിനമായിട്ടേ ഒരു രക്ഷയില്ലാണ്ടായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ചൂട് ഞങ്ങൾക്ക് ദോഹയിലൊക്കെ ആയിരുന്നപ്പം അവിടെയാണോ കൊണ്ടുവരുന്നത്. ഇപ്പം നോക്കിയപ്പോൾ ഇവിടെ സഹിക്കാൻ പറ്റാത്ത പോലെ ചൂടായിട്ടുണ്ട്. ഇവിടെ ഉള്ളവർ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ ചക്ക ഇനിയുണ്ടേ, നോക്കി ഒരു വലിയ പാത്രം നിറച്ച് ചക്ക. ഇന്നത്തെ പണി മൊത്തം ചക്ക വറുക്കാനുള്ളത് റെഡിയാക്കലായിരുന്നു. ചൂട് സഹിക്കാൻ വയ്യാത്ത കാരണം സ്ഥലമെല്ലാം മാറ്റി പിടിച്ചിരിക്കുകയാണ്. അത് നടക്കുകയില്ല, അത്രയ്ക്ക് ചൂടാണ്. എനിക്കാണെങ്കിൽ ചൂട് സഹിക്കാൻ വലിയ ബുദ്ധിമുട്ടുമാണ്, ഒട്ടും പറ്റത്തില്ല, പ്രയാസമോ ചൂട്. ഇപ്പം ഒരു ചെറിയൊരു കഷ്ണം ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചാൽ ഒരു ചെറിയ കഷ്ണം ഇട്ട് നോക്കട്ടെ. എന്നാൽ ചൂടായിട്ടില്ല, എന്നാലൊന്ന് ചൂടായിട്ടില്ല, കണ്ടാൽ തന്നെ അറിയാം. നല്ലതായിട്ട് ചൂടായിട്ട് ഇട്ടിട്ട് കാര്യമുള്ളൂ. ഇത് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടെ മിക്സ് ചെയ്ത് എടുത്തേക്കണം. വെള്ളത്തിൽ കലക്കിയേക്കാണ് ഇത് എടുക്കാൻ വേണ്ടി. വെണ്ണ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് നല്ലതായിട്ട് ചൂടായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ലതായിട്ട് ചൂടാവാൻ തുടങ്ങി. എന്താ, എണ്ണ ചൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇട്ട് തുടങ്ങിയാലോ. എൻ്റെ ബോൺസായൊക്കെ ചൂട് കാരണം ഞാൻ അകത്തോട്ട് കയറ്റി വെച്ചിരിക്കുക, അല്ലെങ്കിലേ എല്ലാം പോകും. ഇതേ എണ്ണ നല്ലതായിട്ട് ചൂടാൻ തുടങ്ങി കേട്ടോ. കുറച്ച് അധികം അങ്ങ് ഒരുമിച്ചിടത്താലോ. ഉണ്ടാകുന്നതേ ഒരു കിഴുത്ത പാത്രത്തിൽ തിച്ചിയെല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുക കോരിയെടുക്കാൻ. ഇനിയിപ്പം കുറച്ച് സമയം എടുക്കും കേട്ടോ ഇത് ആയി വരാൻ. ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചധികം ഇത് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. ഇത്ര എണ്ണ ഉള്ളതുകൊണ്ട് 2 പാത്രത്തിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് വിചാരിച്ചു. നല്ല ഷേപ്പിലൊക്കെ അരിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് വറുത്തായിരുന്നു കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പം ഇത്രയും നല്ലതല്ല, കല്ല് പോലെ ഇരിക്കും. അവർ ഉണക്കി വറുക്കുമോ എന്തോ എല്ലാം ഒക്കെ ചെയ്യും. ഇതാണെങ്കിൽ നല്ല രസമായിട്ടിരിക്കും നമ്മൾ വറുക്കുമ്പോൾ. ഞങ്ങൾ ചക്ക പറിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പറിച്ച വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചെങ്കിലും എടുക്കാൻ പറ്റിയില്ല. ഇപ്പം അങ്ങനെ ചക്ക മോരിയാൻ തുടങ്ങി. ഒന്ന് ഉപ്പിടാറായിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും കൂടെ ഒന്ന് കളിക്കാൻ പോവാണ്. ഉപ്പ് മഞ്ഞൾ കേട്ടോ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്.
മതിയായിരിക്കും. ഒരു മഞ്ഞ കളർ കിട്ടാനും പിന്നെ ഒരു ഉപ്പും വേണമല്ലോ നമുക്ക്. ഞങ്ങൾ ചേമ്പ് വറുത്തിട്ട് ചേമ്പും വറുത്തായിരുന്നു കേട്ടോ. അതൊന്നും ഇട്ടില്ല. അതൊക്കെ ഇങ്ങനെ ചേമ്പ് വറുക്കും. നല്ല ടേസ്റ്റ് കേട്ടോ ചേമ്പ് വറുത്തത് കഴിക്കാൻ. അതും നമ്മുടെ വീട്ടിലുണ്ടായത് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാൻ അല്ലാതെ ഒന്നും വറുത്തിട്ടില്ല, നമ്മുടെ വീട്ടിലുണ്ടാകുന്നത് വറുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഒരു 2 മിനിറ്റുണ്ട്. അല്ലേ ചക്ക മൂത്ത് തുടങ്ങി കേട്ടോ. നല്ല രസമായിട്ട് ഒന്ന് നോക്കാൻ തുടങ്ങി. പോരായോ പൊരിഞ്ഞു തുടങ്ങിയല്ലേ? അല്ലേ കളറ് മാറി തുടങ്ങി അല്ലേ? ഞാൻ പോരാന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ മൂപ്പ് കയറും. നല്ല സ്കൂള് പൂട്ടിയിരിക്കുന്ന പിള്ളേരൊക്കെ ഉള്ള സമയത്ത് പിള്ളേർക്ക് കുറിക്കാനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ്. ഇഷ്ടംമാതിരി ചക്ക ഉണ്ടാകുന്ന സമയമല്ലേ. പിള്ളേരാണെങ്കിൽ മിനിറ്റ് നേരം കൊണ്ട് ചക്കയൊക്കെ തിന്ന് തീർക്കും. എണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ചക്കയപ്പോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. ഇപ്പോൾ തന്നെ പെട്ടെന്ന് റെഡ് കളറായ രണ്ടാമത്തെ സെറ്റ് ഇടുവാണ്. നിറച്ചും കയ്യിലെടുത്തിട്ടാണ് ഇടുന്നത്. എണ്ണ കൂടുതലെടുത്തിട്ട് ഒഴിച്ചുകൊണ്ടേ കുറച്ച് എളുപ്പമുണ്ട്. മറ്റേത് കുറച്ച് എണ്ണ ഒഴിച്ചാലേ ഇതിൻ്റെ മുമ്പിൽ നിന്ന് മാറാൻ പറ്റുകയില്ല. ഇതങ്ങ് ഇനി കുറച്ച് സമയം എടുക്കും. കുറച്ചും കൂടെ വലുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് തോന്നുന്നു. ഇപ്പോൾ ചുങ്ങിപ്പോയാലേ ഉണ്ട്. കണ്ടോ, തീരെ ചെറുതായ പോലെ ഉണ്ട്. കുറച്ചുകൂടെ വലുപ്പത്തിലാകായിരുന്നു. ഈ വലുപ്പത്തിലെങ്കിലും ഉണ്ടാക്കേണ്ടിയായിരുന്നു. കുറച്ച് ചെറുതായി പോയോ എന്നൊരു സംശയം. ഓക്കെയാണോ? കറക്റ്റാണോ? എല്ലാം കറക്റ്റാണ്. രണ്ടാമത്തെ സെറ്റ് വറുക്കുന്നതാണ്. ഒരു സൂത്രം കാണിക്കാവേ. ഇതിൻ്റെ ഉള്ളിലൊരു സാധനമുണ്ട്. ഇവിടെ പോയി ഒരു സാധനം കണ്ടായിരുന്നു. അടിയിലോട്ട് പോയെന്ന് തോന്നുന്നു. പോരാറായ ഇതുണ്ടോ? ചക്കക്കുരു അടക്കമാണ് ഇത് കിടക്കുന്നത്. ഇതെങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കായതല്ലേ. ഇതിനകത്ത് കിടക്കട്ടെ. ചക്കക്കുരു ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. നോക്കി ഇച്ചിരി നേരത്തെ എടുക്കണം തോന്നുന്നു. അത്രയും തന്നെ ബ്രൗൺ ആവണ്ട ഇത്. അതുകൊണ്ട് കുറച്ചുകൂടെ നേരത്തെ എടുക്കാം. മറ്റേ ഇച്ചിരി മൂത്ത് പോയോ എന്നൊരു സംശയം. തണുത്ത് പോകുമെന്ന് വിചാരിച്ച് നമ്മൾ കുറച്ചുകൂടെ മൂപ്പിക്കാമെന്ന് വിചാരിക്കും. എടുക്കാറായ കുറച്ചുകൂടെ ആട്ടെ തോന്നുന്നു. പക്ഷേ അല്ലെങ്കിൽ തണുത്ത പോലെ ഇരിക്കും ശരിക്കായില്ലെങ്കിൽ. ഇതുപോലെ നമുക്കൊരു ദിവസം കായ വാങ്ങിച്ച് വറുക്കാം. നല്ല കായ വാങ്ങിച്ച് വറുക്കാം. എടുക്കട്ടെ. എടുക്കാൻ തോന്നുന്നു. രണ്ടാമത്തെ സെറ്റാണ്. ഇത് നേരത്തെ എടുത്തു. അല്ലെങ്കിൽ ചിലപ്പം നേരത്തെ തന്നെ നേരത്തെ ഈ പാത്രത്തിൽ നിന്ന് മാറ്റി കിട്ടും. ഇത് ഇച്ചിരി നേരത്തെ എടുത്തുകൊണ്ട് അത് വേറെ ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ടില്ല.
ഇത് തീറ്റ തുടങ്ങിയാൽ നിർത്തത്തില്ല. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ പിന്നെ പണിയാ. തീരണ വരെ ഇരുന്ന് കുത്തിയിരുന്നില്ല. ഞാൻ കേക്ക് ഉണ്ടാക്കൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അങ്ങ് നിർത്തി. ഒന്നും ഉണ്ടാക്കത്തില്ല. വേണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ച് തിന്നുക, അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. സ്പെഷ്യൽ ഒന്ന് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ലാസ്റ്റ് നല്ല തിളച്ച് കിടക്കുക. മാറ്റിയിടാം. എണ്ണ ചൂടായിരിക്കുക, അതുകൊണ്ട് അടുത്തത് കൂടെ ഇടാൻ പോവാണ്. നേരത്തെ വാരി ഇട്ടിരുന്നു, ഇപ്പം സ്പൂണും കൊണ്ടങ്ങ് നോക്കാമെന്ന് വിചാരിച്ചു. മൂന്ന് പ്രാവശ്യം ഇട്ടെടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിനും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇടാനായിട്ട്. ഇത് ഇത്രയും കൂടെ ഉണ്ട്. കൂടെ ഉണ്ട്, കുറച്ചുണ്ട്. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇടുവാണ്. നല്ല ചൂടൊന്ന് ചെറുതായിട്ട് ആറിയിട്ടുള്ളൂ. മറ്റേ ഇച്ചിരി മൂത്ത കാരണം അത് വേറെ ഇടുന്നു. ഇത് ഈ ടിന്നിലോട്ട് ഇടാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഇത് മാറ്റി വെക്കാം. ഇതും കൂടെ ഇടുവാണ്. 3 പ്രാവശ്യം ഇട്ടായിരുന്നു. ഇനിയിപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ്. അതിൻ്റെ ഒരു പ്രാവശ്യം കൊണ്ട് ഇടേണ്ടി വരുമെന്ന് തോന്നുന്നു. ഒരു ഇത് വലിയ ചക്കയായിരുന്നു കേട്ടോ. അത് പകുതി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഒരു ചക്കയും കൂടെ ഉണ്ട്. അത് ഇന്ന് ചക്ക വേവിച്ചതായിരുന്നു ഞങ്ങളുടെ ഭക്ഷണം. വൈകുന്നേരത്തേക്കും ഉണ്ട്. ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഇടേണ്ടി വരും തോന്നുന്നു. ഇത്രയല്ലേ. നല്ല എയർടൈറ്റായിട്ട് ഇരിക്കുന്നൊരു കണ്ടെയ്നറാണ്. ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പണ്ട് അവിടെ ദോഹയിലായിരുന്ന സമയത്ത്. അടിപൊളി ഇതാ. എനിക്ക് 3 ഉണ്ട് ഇതുപോലത്തെ. നല്ലതായിട്ട് ടൈറ്റായിട്ട് ഇരിക്കും, എയർ കയറാതെ. ലാസ്റ്റ് ഇടുക. 5ാമത്തെയാണ്. തൂത്ത് വാരി ഇടുക. ഈ സ്റ്റീൽ പാത്രത്തിന് ഭയങ്കര കട്ടി. ഇത് നമ്മളെ ഗൾഫിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴേ സ്റ്റീൽ പാത്രമൊക്കെ നല്ല ക്വാളിറ്റിയാണ്. എരിക്കുട്ടി എനിക്ക് പോരുമെന്നൊന്നും പാത്രമെന്ന് തോന്നി. നോക്കട്ടെ. എല്ലാവർക്കും ഷെയർ വെച്ച കൂട്ടത്തിൽ എനിക്കൊരു പാത്രം തന്നായിരുന്നു. നല്ല പാത്രങ്ങളാണ്. മമ്മി അവിടെ എന്തോ ഇതിനകത്ത് ചേർന്ന് വാങ്ങിച്ചിട്ടുള്ള എന്തോ ലക്കടിപ്പോ ഇതുപോലെ വാങ്ങിച്ചത്. വീട്ടിലും ഉണ്ട്, തറവാട്ടിലും ഉണ്ട്. ഇതുപോലെ ഇവിടെ അല്ല, ഈ സൈഡിൽ ഇത് അതല്ലെന്ന് തോന്നുന്നു. നമ്മൾ വാങ്ങിച്ചത് വേറെ ഉണ്ടോ ഇതിനകത്ത് പേരില്ല. മമ്മി തന്നതിൽ പേരുണ്ടായിരുന്നു. ഇത് നമ്മുടെ തന്നെയാണ്, നമ്മൾ വാങ്ങിച്ചു വാങ്ങുന്നത്. പണ്ടൊക്കെ നല്ല ക്വാളിറ്റി പാത്രങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം വരുന്ന കപ്പ് പോലും കീറിപ്പറഞ്ഞു ഇങ്ങനെ കീറിപ്പോവുക. ഇതൊരു ചെറിയ ഐഡിയ ആണ്. ഇച്ചിരി വാങ്ങിച്ച ചിപ്സാണ്. ഇച്ചിരി പഴക്കം വന്ന്. അപ്പം പഴക്കമൊന്നും വന്നില്ല, എന്നാലും ഫ്രഷായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ വറുത്ത എണ്ണയിലോട്ട് വറുത്ത ബാക്കിയുള്ള എണ്ണയിലോട്ട് ഒന്ന് കൂടെ ഇടുവാണ്. ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരുവാണ്. ഒന്ന് മുരിച്ചിട്ട് ഒരു ടിഷ്യൂ ഇടാം.
എന്നിട്ടൊന്ന് വറുത്ത് പോരാമെങ്കിലുണ്ടല്ലോ നല്ല ഫ്രഷായിട്ടിരിക്കും. ചെറിയ മടുപ്പ് തോന്നും ഇങ്ങനെ ഇരുന്ന ചിപ്സ് തിന്നാൻ. അപ്പം ഫ്രൈ ആൻസ് കുറച്ചെടുക്കാം. ഏതായാലും എണ്ണ ചൂടായി കിടക്കാതെ നമ്മുടെ ഇത് ഫ്രൈ ആൻസ് പോലെയുള്ള കുറച്ച് വറുത്തതാണ്. ഇത് നല്ല പൊടിക്കാൻ പറ്റിയ സാധനമാണ്. ഇതൊരു ചെറിയ നല്ല ടേസ്റ്റ് തന്നെ, ചെറിയൊരു എരിവുണ്ട് ഇതിന്. ചിലതാണെങ്കിൽ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കൂടെ ഉള്ള ടൈപ്പാണ്. ഇത് ചിപ്സിൻ്റെ കൂടെ തന്നെ അങ്ങ് സൈഡിലോട്ട് ഇടാൻ പോവാണ്. എണ്ണ നല്ല ചൂടായി കിടക്കുക. അപ്പം പിന്നെ ഇതങ്ങ് ഇതിനകത്ത് വറുക്കാമെന്ന് വിചാരിച്ചു. ഈ വറുത്ത എണ്ണ ഉപയോഗിക്കുന്നത് മാക്സിമം ഉപയോഗിച്ചിട്ടങ്ങ് മാറ്റാമെങ്കിൽ, ഈ എണ്ണ ഇങ്ങനെ വറുത്തത് റിപ്പീറ്റഡായിട്ട് ഉപയോഗിക്കുന്നതല്ലെന്ന് പറയുന്നുണ്ട്. മാക്സിമം ഉപയോഗിച്ചിട്ട്, ഇപ്പം ഡോക്ടേഴ്സ് പറയുന്നത് ഇത് അരിച്ചെടുത്തിട്ട് ഉപയോഗിച്ചാൽ കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നുണ്ട്. ഏതാ ശരി എന്താ ശരിയെന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പം അത്രയും മാത്രമൊന്നും കറുത്തിട്ടില്ല. നമ്മൾ എണ്ണ വറുത്ത കടകളിലൊക്കെ പോവുകയാണെങ്കിൽ നോക്കി കരിക്കട്ട പോലെയായിട്ടുണ്ടാവും ചില കടകളിലൊക്കെ വാങ്ങിക്കുമ്പോൾ. എന്നാൽ ഞങ്ങളുടെ ചക്ക വറുക്കലും ഇതുമെല്ലാം തീർന്നു. കാണിക്കാം ഇനി. അടുത്ത ചിപ്സും കൂടെ പകർത്തി വെക്കുവാണ്. ചൂടാറിയത് ഇങ്ങനെ പാത്രത്തിലാക്കി വെക്കുക, ഫുള്ളാക്കി വെക്കുക. ഇനി ഇടയ്ക്ക് എടുക്കാനായിട്ട് ചെറിയ ഇത് പാത്രത്തിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ 2 പാത്രം റെഡി, ഫുള്ളായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ പകർത്താനുണ്ട്. ചൂടാറിയിട്ട് വേണം പകർത്താൻ. നല്ല ടൈറ്റായിട്ട് ഇരിക്കും കേട്ടോ, ചീത്തയാകത്തില്ല. നല്ല ഇവിടെ പകർത്തും.